ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോറിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ വീഡിയോയിലൊക്കെ അടുക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം 800 ഗ്രാംസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. 3/4 കിലോനേക്കാളും കുറച്ച് കൂടുതലാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം. കഴുകി കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തുടയ്ക്കാറ്റോ. ഒട്ടും വെള്ളം ഉണ്ടാകരുത്. വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്കൊക്കെ ഫ്ലേവർ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഇനി നമ്മൾ ഫോർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്യൂവേഴ്സോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ അകത്തേക്കൊക്കെ നന്നായിട്ടൊന്ന് ഫ്ലേവർ കയറാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ മന്തി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലോട്ട് ചിക്കൻ ഇതേപോലെ ഇറക്കി വെച്ചു കൊടുക്കാം. അപ്പം നമ്മൾ എടുക്കുന്ന പാത്രം അത്യാവശ്യം വലിപ്പം ഉണ്ടാവണം കേട്ടോ. ചിക്കൻ ഇങ്ങനെ ഇതേപോലെ അതിൻ്റെ താഴെ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ വേണം ഇറക്കി വെച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ ചിക്കൻ എടുത്തേക്കുന്നത്. ഒരു ചിക്കന് 6 പീസായിട്ടാണ് കട്ട് ചെയ്തത്. ഇനി നമുക്കിതിലോട്ട് 3 ഏലക്കായ് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന ടൈമിൽ ചെറുതായിട്ടൊരു കടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് തീരെ താല്പര്യം ഇല്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കാതിരിക്കുക കേട്ടോ. അതിന് പകരമായിട്ട് വേണമെങ്കിൽ 1/2 ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മൊത്തം ഈ ചോറിലോട്ട് 1/2 കപ്പ് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറ് വെന്ത് കഴിഞ്ഞാലും ഒത്തിരി ഓയിലൊന്നും ആയിരിക്കില്ല. ഇനി നമുക്ക് ഇതിലേക്ക് മസ്റ്റായിട്ട് വേണ്ടത് ചിക്കൻ സ്റ്റോക്കാണ്. അപ്പം നമ്മൾ ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു പാക്ക് വാങ്ങിക്കുമ്പോൾ അതിൽ ഇതേപോലത്തെ 2 എണ്ണം ഉണ്ടാവും. അപ്പം നമ്മൾ ഇതേപോലത്തെ 2 എണ്ണം ഒന്നിൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 2.5 ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ എക്സ്ട്രാ ഉപ്പ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ പാകമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ 2.5 ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ ചിക്കനിലൊക്കെ കറക്റ്റ് ഉപ്പൊക്കെ ആയിട്ട് വരുള്ളൂ. ബാക്കി വരുന്ന പകുതി നമ്മൾ ചോറിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ടോട്ടൽ 3 ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് വേണം കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ സ്റ്റോക്കൊക്കെ ചിക്കനിലോട്ടൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് നമുക്ക് അല്പം ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചേർത്ത് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അല്പം റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനി നമ്മൾ ഇതൊരു 1/2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം കേട്ടോ. നല്ല ചിക്കനിലോട്ട് ഈ സ്റ്റോക്കൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ഫ്ലേവറായിട്ട് വരുള്ളൂ. അപ്പം നമുക്കിത് മൂടി വെച്ചിട്ട് 1/2 മണിക്കൂർ മാറ്റി വെക്കാം. ആ സെയിം ടൈമിൽ തന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ട ചോറിനുള്ള അരിയും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരി തന്നെ എടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. 1/2 മണിക്കൂർ കുതിർത്ത് വെക്കണം. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വെള്ള കളറിലാവുന്ന രീതിയിൽ വേണം കഴുകിയിട്ട് വേണം കുതിർത്ത് വെക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ പൊടിയൊക്കെ നമ്മുടെ അരിയിലോട്ട് പിടിക്കും. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഒരു 30 മിനിറ്റ് കുതിർത്ത് വെക്കാം. നമ്മൾ ചിക്കൻ അവിടെ 30 മിനിറ്റ് വെക്കുന്ന ടൈമിൽ തന്നെ നമുക്കിവിടെ അരി 30 മിനിറ്റ് കുതിർത്ത് വെച്ചാൽ മതി. നമ്മുടെ ചിക്കൻ ഇവിടെ ഇപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതിനി വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഗ്യാസ് കത്തിക്കുമ്പോൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാനായിട്ട്. ഇതിപ്പോൾ ഇവിടെ 4 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഞാനൊന്ന് തുറന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് നമ്മളിവിടെ ചിക്കന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ നമുക്കിനി ചോറിനുള്ള വെള്ളം കൂടി വെച്ചിട്ട് കൊടുക്കാം. കാരണം ചോറും വെന്തൊക്കെ വന്നിട്ട് ഊറ്റൊക്കെ വരുമ്പോഴേക്കും ഏകദേശം 15 മിനിറ്റ് ഒക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് ആ ടൈമിൽ തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറിലേക്കുള്ള വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ പകുതി ചിക്കൻ സ്റ്റോക്ക് ഇടുന്നുണ്ട്, അതിലും ഓൾറെഡി ഉപ്പുണ്ടാവും. അതേപോലെ നമ്മൾ ഒത്തിരി കൂടുതൽ വെള്ളം വെക്കേണ്ട, അത്യാവശ്യത്തിന് വേണ്ട വെള്ളം മാത്രം വെക്കുക. അപ്പോൾ 3 കപ്പൊക്കെ ആണെങ്കിൽ ഒരു 8 കപ്പ് വരെയൊക്കെ വേണമെങ്കിൽ വെള്ളം വെക്കാം കേട്ടോ. കാരണം നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന പോലെയല്ല, വെള്ളം ഊറിയിട്ട് കളയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 8 കപ്പ് വരെ മാക്സിമം വെക്കാം.
ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ഡ്രൈ ലെമൺ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഓൾസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ഓൾസ് ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിലുള്ള ഫ്ലേവറൊക്കെ നന്നായിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് വരും കേട്ടോ. അപ്പോൾ ഡ്രൈ ലെമൺ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു അറബിക് ഫ്ലേവർ കിട്ടും. ഇനി ഞാനിവിടെ ചെറിയൊരു പീസ് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 5 പീസ് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. അതും കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ ചിക്കന് അപ്പുറത്ത് ഓൾറെഡി വേവുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്. നമ്മൾ അരി ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഒട്ടും വെള്ളം ഇല്ലാതെ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം നമ്മുടെ അരിയുടെ വെള്ളത്തിൽ സ്റ്റാർച്ചൊക്കെ ഉണ്ടാവും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമ്മളിവിടെ ചോറ് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഓരോ അരിക്കും വേവിന് വ്യത്യാസം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് കറക്റ്റ് ടൈം പറയുന്നില്ല. നമ്മുടെ ചോറ് വെന്ത് വരാനുള്ള അത്രയും ടൈം നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ചോറ് നന്നായിട്ട് വെന്തൊടിയണ്ട കേട്ടോ. ചോറിങ്ങനെ ഒടിയുന്നതിന് മുമ്പായിട്ടുള്ള ഒരു പരിവുണ്ടല്ലോ, ഫുള്ള് വേവാതെ ചെറുതായിട്ടൊരു കടിക്കുന്ന പോലെയൊക്കെയുള്ള ആ ഒരു പരിവാകുമ്പോൾ തന്നെ നമുക്കത് ഊറ്റി വെക്കണം. നന്നായിട്ട് വേവരുത്, കാരണം നമ്മൾ ഇനി ഒന്നുകൂടി വേവിക്കുന്നുണ്ട് ചിക്കൻ്റെ കൂടെ. അപ്പോൾ ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും. നമ്മുടെ മന്തിയുടെ ചോറെന്നൊക്കെ പറയുമ്പോൾ ചെറുതായിട്ടൊരു കടിക്കുന്ന പോലെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വേവുന്നതിന് കുറച്ച് മുമ്പായിട്ട് തന്നെ ചോറെടുക്കാം. ഒന്നിങ്ങനെ കടിക്കുന്ന ടൈമിൽ തന്നെ ഊർന്നിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അത് അവിടെ ചോറ് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒടിയുന്നതിന് മുമ്പത്തെ ആ ഒരു പരിവെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വെള്ളം ഊരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ വെള്ളം ഊറിയിട്ട് മാറ്റി വെക്കുന്ന ടൈമിൽ ചോറൊന്ന് മൂടി വെക്കണം. തുറന്നിട്ടിട്ട് പിന്നെയും ഡ്രൈ ആക്കരുത് കേട്ടോ. അപ്പോൾ ഒത്തിരി ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ വെള്ളം ഊറുന്ന ടൈമിൽ ഒന്ന് മൂടി വെച്ചേക്കാം. ചിക്കൻ ഇവിടെ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. നന്നായിട്ട് തന്നെ വെന്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് അല്പം ഓയിലൊന്ന് മാറ്റി കൊടുക്കാം. നമ്മുടെ ചോറിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം ഓയിലിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കനിൽ ഇറങ്ങിയ വെള്ളം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചോറ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചോറ് മൊത്തമായിട്ട് ചിക്കൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. വെന്ത് ഒളിഞ്ഞിട്ടുമില്ല കേട്ടോ. കറക്റ്റ് പാകമാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഓയിൽ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടൊരു 4 പച്ചമുളകും കൂടി വെച്ച് കൊടുക്കാം. ഇതിവിടെ അത്യാവശ്യം നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ 4 എണ്ണം വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 6 എണ്ണം വരെയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് വെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങളുടെ ചോറിന് കുറച്ച് കളറൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ഇതേപോലത്തെ ചെറിയൊരു സ്റ്റീലിൻ്റെ ബൗൾ ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ മന്തിക്ക് ആ പുകയുടെ ഒരു ടേസ്റ്റ് വേണമല്ലോ, എങ്കിൽ കറക്റ്റ് മന്തിൻ്റെ ഫ്ലേവർ ആവുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ചാർക്കോൾ വെച്ച് കൊടുക്കാനാണ്. അപ്പം ഞാനിവിടെ ചാർക്കോളിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ കരിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കരിയൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി. ഇതേപോലെ ആ സ്റ്റീൽ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ടൈമിൽ ഇതിൽ നിന്ന് പുക വന്നോളും. ഇനി നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ മൂടി വെച്ചേക്കാം. എങ്കിലേ അതിലേക്ക് നന്നായിട്ട് പുക വന്നിട്ട് അതിൻ്റെ ആ ഫ്ലേവർ ആ ചോറിലോട്ടൊക്കെ വരുള്ളൂ. നമ്മൾ ചിക്കനും ചോറൊക്കെ നല്ല ചൂടിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. എങ്കിലേ നല്ല ദമ്മായിട്ട് കിട്ടുള്ളൂ. ചോറ് ചൂട് തടയാൻ വേണ്ടിയിട്ട് ഒന്നും കാത്തു നിൽക്കരുത്. അതാണ് ഞാൻ രണ്ടും കൂടി ഒന്നിച്ച് തന്നെ വേവിച്ചെടുത്തത്. എങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് ചൂടോട് കൂടി തന്നെ രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പം ഇങ്ങനെ ഇനി നമ്മൾ ഏകദേശം 20 മിനിറ്റും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും കൂടി ആകുമ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പം നമുക്കൊരു 20 മിനിറ്റും കൂടി ഈ ചാർക്കോളിൽ ചോറ് ഒന്നും കൂടി വെച്ചു കൊടുക്കാം. ഇതിപ്പം ഇവിടെ 20 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ചോറ് മാറ്റാനായിട്ട്. ജസ്റ്റ് ആ ചൂടൊക്കെ ഒന്ന് തണിഞ്ഞിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിവിടെ ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ മുകളിലുള്ള ചോറ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ചിക്കൻ ഒന്ന് മാറ്റിയിട്ട് മാത്രം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. മുകളിലുള്ള ചോറൊക്കെ മാറ്റിയിട്ട് ഞാൻ ചിക്കന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്ലാതെ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിക്കൻ ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. ചിക്കൻ നന്നായിട്ട് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ചോറിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചോറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ താഴെയുള്ള ചോറ് എല്ലാ സൈഡിലേക്കും നന്നായിട്ട് എത്തണം കേട്ടോ. കാരണം മാക്സിമം ഫ്ലേവറും അതേപോലെ ഓയിലിൻ്റെ കണ്ടൻറ്റൊക്കെ താഴെയാണല്ലോ ഉള്ളത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ആ ചാർക്കോളിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണിത്. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മന്തിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക്